ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിട്ടിട്ട് പോയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം എന്തായിരിക്കും ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളത്. ആ ഒരു വ്യക്തി ഇപ്പോൾ ഹാപ്പി ആണോ, ഏതൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് കപ്സ് കിട്ടുന്നുണ്ട്. ആരെയോ ഈ ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് സംഭവിച്ചിരിക്കാം. അത് നിങ്ങളെ വളരെയധികം നിങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ എന്തോ ഒരു പിണക്കത്തിലാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു തെറ്റ് നിങ്ങളോട് പറയുവാനും അതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകുവാനും, എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകുവാനും ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നുള്ളത്. എന്തായിരിക്കും ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം? ടു കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു സോൾമേറ്റ് കണക്ഷനെയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോട് വളരെയധികം ഒരു ഇഷ്ടം അവരുടെ മനസ്സിലുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയെ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ നോക്കുമ്പോഴെല്ലാം ഈ ഒരു വ്യക്തി വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പുറമേ ഇവർ വളരെയധികം ഞാൻ സന്തോഷവാനാണ്, എനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വളരെയധികം വിഷമമുണ്ട്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ വളരെയധികം വിഷമമുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് ഈ ഒരു ടു ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം എന്തായിരിക്കും ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നുള്ളത്. പേജ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എവിടെ പോകുന്നു, ആരൊക്കെ ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തി നിങ്ങൾ കാണാതെ നിരീക്ഷിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് അറിയുവാനായിട്ട് വളരെയധികം ആകാംക്ഷ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഉണ്ടെന്നും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തിവിടെ കിട്ടിയിരിക്കുന്നത് എംബറർ ആണ്. അതായത് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളോടൊത്തുണ്ടായിരുന്ന സമയത്ത് വളരെയധികം നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇവരുടെ വാക്കുകൾക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, ഇവർ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കാം. അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയതായിട്ട് കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ഒന്ന് പിരിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായിരിക്കും ഈ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ, ഏതവസ്ഥയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത്. നമുക്കിവിടെ സൺ കിട്ടുന്നുണ്ട്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളോട് തുറന്ന് പറയുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ സംഭവിച്ചതായിട്ടും ഒരുപക്ഷെ അതെന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയായിരിക്കാം, അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് ഈ ഒരു സൺ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം എന്തായിരിക്കാം ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം. 4 എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അരികിലോട്ട് വരുമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ഒരു മാരേജിലോട്ടോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിലോട്ടോ ഒക്കെ പോകുവാൻ സാധ്യതയുള്ള ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ച് നാളുകളായി ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരിക്കാം ഈ ഒരു വ്യക്തിയിൽ തിരിച്ചു വരണമെന്ന്, അല്ലെങ്കിൽ ഇനി കണ്ടുമുട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടും. നിങ്ങൾ തമ്മിലൊരു സെലിബ്രേഷനൊക്കെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഒരു സെലിബ്രേഷൻ നിങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്കിവിടെ കിങ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോഴും ഇവർക്ക് വളരെയധികം ഒരു സ്നേഹം, ഒരു വളരെയധികം ഒരു ആത്മാർത്ഥമായ സ്നേഹം നിങ്ങളോടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരു സമയത്ത്
വളരെയധികം പക്വതയോടുകൂടി കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇമോഷണൽ മെച്യൂരിറ്റി ഈ ഒരു വ്യക്തിക്ക് വന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഏസ് ഓഫ് വൺസിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് വളരെയധികം നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഇവർക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ കാണുമ്പോൾ ഈ ഒരു സമയത്ത് അവർക്കൊരു അതായത് വളരെയധികം നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ്, അല്ലെങ്കിൽ ഒരു ഫയർ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെയധികം അട്രാക്ഷനാണ് ഇത് കാണിക്കുന്നത്. ത്രീ ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് വേദനയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള പഴയ ഓർമ്മകൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലൂടെ പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ. അതുപോലെ തന്നെ ടു ഓഫ് വൺസിൻ്റെ ഒരു എനർജി കൂടി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി ഒരു സമയത്ത് നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുമൊത്ത് ഒരുമിച്ചുള്ള ഒരു ഭാവിയെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം. അവർ ഹാപ്പി അല്ല. അതുപോലെ തന്നെ നിങ്ങളെ മാറി നിന്ന് നിരീക്ഷിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആരിൽ നിന്നൊക്കെയോ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും കാണും എന്നും അതുപോലെ തന്നെ ഒരു സെലിബ്രേഷനൊക്കെ കാണിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.